എല്ലാവർക്കും എൻ്റെ പുനർജനി ഹസ്തരേഖയിലോട്ട് ജ്യോതിഷത്തിലോട്ട് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഞാനിന്നിവിടെ അടുത്ത പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിവാഹരേഖയെപ്പറ്റി തന്നെ 2 എപ്പിസോഡ് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ കുറേ പേർക്ക് കുറച്ച് സംശയം വന്നു. മാഡം, വിവാഹം കഴിഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞ വിവാഹത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെയും. അപ്പോൾ വിവാഹരേഖ വളരെ വലുതായിട്ട് പോകും. അത് കഴിഞ്ഞുകൊണ്ട് ബന്ധങ്ങൾ അതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ചോദിക്കുമ്പം ഒരു വിധത്തിൽ എന്തോ ചെയ്യത്തില്ല, അംഗീകരിച്ചിരില്ല. എൻ്റെ ഒരു അനുഭവം ഉണ്ടായ ഒരു അനുഭവമുണ്ട്. ഒരു ഗൾഫിലിരിക്കുന്ന ഒരു പാർട്ടി ഇതുപോലെ ഹസ്ബൻഡും വൈഫും കൂടെയാണ് വന്നത്. കൈ നോക്കാൻ വന്നപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരേപോലെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു വിവാഹരേഖ ഞാൻ കണ്ടു. അവരൊന്ന് ചേഞ്ച് ചെയ്ത് മാറിയപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ, വൈഫിനെ പോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിട്ടൊരു വ്യക്തിയും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഒന്നുമില്ല മാഡം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പം നല്ല പ്രശ്നമായി വീട്ടിലറിഞ്ഞ്. അടിപിടി തന്നെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈ വൈഫിനും ഇത് അറിയാമായിരുന്നു, ഗൾഫിൽ അറിയാവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട്, ഇതൊന്നും അസത്യമോ കള്ളമോ ഒന്നുമല്ല. ഇത് അനുഭവങ്ങളിലൂടെ മാത്രവും ഞാൻ പ്രാക്ടീസ് ചെയ്തതും ഒക്കെ കാര്യങ്ങളാണ് ഞാനിവിടെ എൻ്റെ ക്ലാസ്സിലും പറയാറുണ്ട്, ഇവിടെയും പറയാറുള്ളത്. നമുക്ക് കൈ നോക്കി തീർച്ചയായിട്ടും പറയാൻ പറ്റും വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ബന്ധവും. അവസാനം ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളെ മുന്നിൽ വന്ന് പറയുമ്പോൾ എനിക്കിതറിയാം. ഞാൻ ചോദിക്കും, ഇനിയെങ്കിലും ഒന്ന് നേരെ നടന്നൂടെ? കാരണം അതൊരു ഹോബിയാണ്. ഇത് നമ്മുടെ പഴയ കാലമല്ല, ഇപ്പോഴത്തെ കാലം. ഒരു 30% ആൾക്കാരിൽ കാണുന്ന ഒരു ട്രെൻഡാണ് വീട്ടിലൊന്ന് വെളിയിലൊന്ന്. പക്ഷെ ഒരു കാര്യം, അത് എപ്പോഴായിരുന്നാലും അതിനൊരു ചെറിയ പ്രശ്നമെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.